ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോയമ്പ് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെയും പുനരുത്ഥാനത്തെയും ഓർക്കുന്ന ഒരു കാലമാണ്. ഈ കാലയളവിൽ നമ്മൾ പല രീതിയിലാണ് നോമ്പ് നോക്കുന്നത്. ചിലർ ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിക്കുന്നു, ചിലർ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നു, മറ്റു ചിലർ തങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ 50 ദിവസം നോമ്പിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ നമുക്ക് ഇഷ്ടമായതിനെ ഉപേക്ഷിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമയിലെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് നോമ്പിലെ താൽക്കാലികമായ ഉപേക്ഷിക്കലുകളെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കപ്പെട്ട വേദവാക്യം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നുമാണ്. അതിൽ പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ വചനത്തെ അടിസ്ഥാനമാക്കി 2 പ്രധാന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ശാരീരികമായ സമർപ്പണം, ഫിസിക്കൽ ഓഫറിംഗ്. നോമ്പ് കാലത്ത് നാം ആഹാരം ഉപേക്ഷിക്കുക, സുഖസൗകര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക, അത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ഒരു യാഗമായി തീരണമെന്നാണ്. നമ്മുടെ കണ്ണുകൾ കാണുന്നതിലും, നാവ് സംസാരിക്കുന്നതിലും, കൈകാലുകൾ പ്രവർത്തിക്കുന്നതിലും ഒരു വിശുദ്ധി ഉണ്ടാകണം. പാപത്തിൻ്റെ വഴികളിൽ നിന്ന് ശരീരത്തെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ ഉപകരണമായി അതിനെ മാറ്റുന്നതാണ് യഥാർത്ഥ ശാരീരിക സമർപ്പണം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നാം തിരിച്ചറിയണം. നോമ്പ് കഴിയുമ്പോൾ പഴയ ശീലങ്ങളിലേക്ക് മടങ്ങാനല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള ആലയമായി എന്നും നിലനിർത്താനാണ് നാം ശ്രമിക്കേണ്ടത്. രണ്ടാമത്, ഹൃദയത്തിൻ്റെ സമർപ്പണം, സ്പിരിച്വൽ ഓഫറിംഗ്. പുറമേ കാണുന്ന മാറ്റങ്ങളെക്കാൾ ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ്. ഹൃദയം മാറാതെ ശരീരം മാത്രം കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് ആത്മീയമായ പ്രയോജനമില്ല. റോമർ 12:2 ഇപ്രകാരം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും നമ്മുടെ ഉള്ളിലെ ക്രോധം, അസൂയ, പക എന്നിവയെ മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് ഈ നോമ്പുകാലം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവത്തിന് നൽകുന്നതാണ് യഥാർത്ഥ യാഗം. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ സമർപ്പിക്കാൻ തയ്യാറായതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി നാം സ്നേഹിക്കുന്ന എന്തിനേയും ദൈവമുൻപാകെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ശരീരവും പ്രാണനും ആത്മാവും ദൈവത്തിൻ്റെതാണ്. അത് അവനായി വേർതിരിക്കപ്പെട്ടതായിരിക്കട്ടെ. നോമ്പുകാലത്തെ ഈ അച്ചടക്കം ജീവിതകാലം മുഴുവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു യാഗമായി തുടരാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.